നടി അൻസിബ നൽകിയ പരാതിയിൽ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ലക്ഷ്മിപ്രിയയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. മൊഴി നൽകാൻ എത്തണമെന്നാവശ്യപ്പെട്ട് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ലക്ഷ്മിപ്രിയയ്ക്ക് നോട്ടീസ് നൽകി. തനിക്കെതിരെ ലക്ഷ്മിപ്രിയ നൽകിയ പരാതി വ്യാജമാണെന്നും നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് അൻസിബയുടെ പരാതിയിൽ പറയുന്നത്. കേസിൽ അൻസിബയുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. തൃക്കാക്കര SP ഓഫീസിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ വനിതാ സെൽ SIക്കെതിരെയും അൻസിബ പരാതി നൽകിയിരുന്നു. ഇവരുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തിയേക്കും. അൻസിബയ്ക്കെതിരെ ടിനി ടോം മതപരമായ പരാമർശം നടത്തിയെന്നടക്കമുള്ള സമീപകാല വിവാദങ്ങൾ സംഘടന ഇന്ന് അഭിനേതാക്കളുടെ ഉൾപ്പെടെ വിശദീകരണം കേൾക്കാൻ ആരംഭിക്കും. അമ്മ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ലക്ഷ്മിപ്രിയയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുകയാണ്. നടി അൻസിബ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ലക്ഷ്മിപ്രിയയുടെ മൊഴി രേഖപ്പെടുത്താനൊക്കെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മൊഴി നൽകാൻ എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ലക്ഷ്മിപ്രിയയ്ക്കൊക്കെ നോട്ടീസൊക്കെ നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ ലക്ഷ്മിപ്രിയ നൽകിയ പരാതി വ്യാജമാണെന്നും നീക്കത്തിന് പിന്നിൽ വലിയൊരു ഉണ്ടെന്നുമാണ് അൻസിബയുടെ പരാതിയിൽ പറയുന്നത്. കേസിൽ അൻസിബയുടെ മൊഴി ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയയ്ക്കൊപ്പം തൃക്കാക്കര SP ഓഫീസിൽ വെച്ച് ഈ ഒരു മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ലക്ഷ്മിപ്രിയയ്ക്കൊപ്പം തന്നെ ഈ ഒരു തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ വനിതാ സെൽ SIക്കെതിരെയും അൻസിബ പരാതി നൽകിയിട്ടുണ്ട്. ഇവരുടെ മൊഴിയും ഇന്ന് തന്നെയാണ് രേഖപ്പെടുത്തുക. അൻസിബയ്ക്കെതിരെ ടിനി ടോം മതപരമായ പരാമർശം നടത്തിയെന്നതടക്കമുള്ള വിവാദങ്ങളിലൊക്കെ സംഘടന ഇന്ന് അഭിനേതാക്കളുടെ വിശദീകരണം ഒക്കെ കേൾക്കുകയാണ്. എന്തായാലും ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴികളൊക്കെ രേഖപ്പെടുത്തുക. SIയുടെയും ലക്ഷ്മിപ്രിയയുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തും.